Hi cuties! അപ്പോൾ നമ്മുടെ That Glam Girl ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്ന് അറിയോ? ഇന്ന് നമ്മൾ ആൽമണ്ട് ഓയിൽ, ബദാം ഓയിൽ എങ്ങനെ നമുക്ക് 7 തരത്തിൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കുറച്ച് ഈസി ടിപ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസ് ആരും കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവരും ഒന്ന് അറിയട്ടെ, അവർക്ക് കൂടി യൂസ്ഫുൾ ആയിട്ട് തീരട്ടെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വെൽസിൻ്റെ ആൽമണ്ട് ഓയിലാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിൻ്റെ പാക്ക് ഡേറ്റ് വരുന്നത് 2018 ആണ്, എക്സ്പയറി വരുന്നത് 2021 ആണ്. അപ്പോൾ അത്രയ്ക്ക് ഇതിന് ആ ഒരു യൂസ് നമുക്ക് ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ഇത് പാക്ഡ് ഇൻ സ്പെയിൻ എന്നാണ് പറയുന്നത്. ഇതൊരു സൂപ്പർ ഓയിലാണ്. നമ്മളെപ്പോഴും ഓയിൽ സെലക്ട് ചെയ്യുമ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്. ദാറ്റ് മീൻസ് 2 തരത്തിലുള്ള ആൽമണ്ട് ഓയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് യൂസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് എസ് എ പ്രൈമർ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എന്ത് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രൈമർ യൂസ് ചെയ്യുമല്ലോ, അതിന് പകരം നമുക്ക് ഈ ആൽമണ്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ എടുക്കാം. വളരെ കുറച്ച് ആൽമണ്ട് ഓയിൽ കയ്യിലേക്ക് എടുക്കാം. വളരെ കുറച്ച് എടുത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് നന്നായി റബ്ബ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ആക്കരുത്. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ട് വേണം നമ്മൾ ആക്കാൻ. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിലും അപ്പം ഞാൻ ഇതിപ്പോൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഒരു ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തു. ഞാൻ ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ ഈ ആൽമണ്ട് ഓയിൽ ഞാൻ പ്രൈമറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭയങ്കര ഗ്ലോയി സ്കിന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന് ശേഷം എന്നിട്ട് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി. നമുക്കൊരു ഹാംഫുൾ അല്ല നമ്മുടെ സ്കിന്നിന്. നമ്മൾ കുറേ പ്രൈമേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കെമിക്കൽസ് അല്ല പോകുന്നത്. ഇതിന് പകരം നമ്മൾ ഈ ആൽമണ്ട് ഓയിൽ നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യും. നല്ല ഗ്ലോയും നമ്മുടെ സ്കിൻ ബ്രൈറ്റനും കൂടി ആകും. സ്കിന്നിന് അധികം ഡാമേജ് വരത്തൂല്ലേ കുറേ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട്. ഇനി സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത് എന്തിട്ടാണെന്ന് അറിയോ? സെക്കൻഡ് യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് വരും. പിന്നെ പുറത്തുനിന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിയും ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കിത് 2 തരത്തിലാണ് നമ്മൾ സെക്കൻഡ് യൂസ് ഞാൻ പറയാൻ പോകുന്നത്. ആസ് എ ക്ലെൻസറും ആസ് എ മേക്കപ്പ് റിമൂവർ ആയിട്ടാണ് നമ്മൾ ഇനി അടുത്തത് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു കോട്ടൺ പാഡ് എടുക്കാം. ഒരു കോട്ടൺ പാഡ് ഞാൻ എടുത്തു. എന്നിട്ട് ഈ കോട്ടൺ പാഡ് എടുത്തിട്ട് ഈ ആൽമണ്ട് ഓയിൽ ഇതിലേക്ക് ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എടുത്തിട്ട് കുറച്ചിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് കണ്ടില്ലേ,
കുറച്ച് ഇത് ഒരു 30 seconds നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറ്റി വയ്ക്കണം. എന്നിട്ട് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് മൊത്തം റിമൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് മസ്കാര വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് 2 to 3 times ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. തേർഡ് യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് സെറംസ് യൂസ് ചെയ്യും. അതായത് സം എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എടുക്കുന്നേക്കാളും മുന്നേ, അല്ലെങ്കിൽ നൈറ്റ് ജെല്ലോ നൈറ്റ് ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാണ്ട് നമുക്ക് നൈറ്റ് സെറം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ആൽമണ്ട് ഓയിൽ. വളരെ കുറച്ച് ഒരു കുഞ്ഞൊരു ഡ്രോപ്പ് നമ്മൾ എടുക്കാം കയ്യിലോട്ട്. കുറച്ചെടുത്ത് ഞാൻ നന്നായി കയ്യിലോട്ട് ഇങ്ങനെ ആക്കാണ്. കയ്യിലെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ഇങ്ങനെ ഒരു 1 minute നമ്മൾ 1 minute 30 seconds നമ്മൾ നന്നായി ഇങ്ങനെ ഉരയ്ക്കുക, നന്നായി റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ചൂടാവുന്നുണ്ടാവും നമ്മുടെ കൈ, 2 കൈ ഉരച്ചുമ്പോൾ. അപ്പം നമുക്കിത് നന്നായി ഹീറ്റായി കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് മോർണിംഗ് കഴിഞ്ഞിട്ട് നല്ല നോർമൽ വാട്ടർ എടുത്തിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഫോർത്ത് യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാൻഡ്രഫിനൊക്കെ ഇത് കളയാനായിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് പറയുന്നത് വൈറ്റമിൻ ഇയും ഫാറ്റി ആസിഡ്സും ഒക്കെയാണ് നമ്മുടെ ഈ ആൽമണ്ട്സിലുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഡാൻഡ്രഫ് റിമൂവ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് വളരെയധികം ഉപകാരപ്പെടും. പ്ലസ് നമ്മുടെ ഐലാഷസ് ഇല്ലേ, ഐലാഷസ് നന്നായി വളരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സെറംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഫാറ്റി ആസിഡ്സും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ ആൽമണ്ട് ഓയിൽ. അപ്പോൾ വളരെ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഐലാഷസിലും നമ്മുടെ തലയോട്ടിയിലും പുരട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഈ താരം നന്നായിട്ട് പോയി കിട്ടും ചെയ്യും. ഈ ഐലാഷസിൽ വരെ താരനുള്ളവരുണ്ടാവും. തലയിൽ താരമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐബ്രോസിന് ഐലാഷസിലും വരുന്നവർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. അത് കുറച്ചെടുക്കുക, കുറച്ചെടുത്തിട്ട് അത് പറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് പോകാനായിട്ട് ഒരു ജെല്ല് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബയോട്ടിക്കിൻ്റെ. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ആൽമണ്ട് ഓയിൽ. ഇത് ഒരു വളരെ കുറച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ ഈ ഫിംഗറിൽ എടുത്തിട്ട് നന്നായി ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഈ ഐസിൻ്റെ ചുറ്റും ഇങ്ങനെ നന്നായി മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ നന്നായി ഇത് മസാജ് ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് എനിക്കൊക്കെ നിങ്ങൾക്ക് ഡേ ബൈ ഡേ നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട്സ് കിട്ടുന്ന 100% എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങാം. യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഐ എം 100% ഷുവർ. ഇനി സിക്സ്ത് യൂസ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് ഓയിലായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലൊരു കുഞ്ഞ് പിഞ്ഞാണി ഇട്ടിട്ട് ഒരു കുഞ്ഞ് വെസലിട്ടിട്ട് അതിൽ നമ്മുടെ ഈ വെൽസ് ആൽമണ്ട് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇത് നന്നായിട്ട് ചൂടാക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയ ഈ ഓയിൽ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നന്നായി എന്നിട്ട് മസാജ് ചെയ്യാം. ഞാനപ്പോൾ ഇത് ഓൾറെഡി ഓയിലും ഫേസിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് ചൂട കുറച്ച് ആറിയിട്ട് എടുത്തോളൂ കേട്ടോ. കൈ പൊള്ളിക്കരുത്. എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മുടെ ചീക്സിലും നമ്മുടെ ഈ ഫുൾ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്യുക. കാരണം ഇത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്കിൻ നന്നായി ബ്രൈറ്റനിങ് വയ്ക്കും. കാരണം പൊട്ടാഷ്യം, സിങ്ക്, പ്രോട്ടീൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ ഏറ്റവും സൂപ്പർ ഓയിലാണ് ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ നന്നായി എന്നിട്ട് ഇത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിത് എപ്പോൾ അപ്ലൈ ചെയ്യണം, നന്നായി മസാജ് ചെയ്താൽ ഇത് പെനിട്രേറ്റ് ചെയ്യുള്ളൂ നമ്മുടെ സ്കിന്നിലോട്ട്. അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് സ്കിൻ വൈറ്റനായി ബ്രൈറ്റനായി നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സ്കിൻ ആകത്തുള്ളൂ കേട്ടോ.
ലാസ്റ്റ് യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ആൻ ആന്റി ഏജിങ് ഓയിൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഈ ഫൈൻ ലൈൻസ് ഒക്കെ വരില്ല, നമ്മുടെ അതായത് റിങ്കിൾസ്, ചുളിവുകൾ ഇതൊക്കെ വരും, ഇങ്ങനെ വരകൾ വീഴും, അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഓയിലിന്റെ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടവൽ എടുക്കുക. ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് നന്നായി അതായത് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ആവി പോലെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇതിൽ. അപ്പം ഞാനിത് ഇങ്ങനെ എടുത്തേക്കാണ്. എന്നിട്ട് ഇത് അതിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിൽ നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്. ഇങ്ങനെ നമ്മൾ 1 മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നു, പിഴിഞ്ഞെടുത്ത് വീണ്ടും മസാജ് ചെയ്യുക 1 മിനിറ്റ്. അതിന് ശേഷം നമ്മൾ ആ ചൂടാക്കിയ ആ ഓയിലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിലിട്ടിട്ട് നന്നായി മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ഇത് നന്നായി നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ആയിട്ട് നമുക്ക് ഈ ആക്നെ ഒക്കെ വരുന്നത് നന്നായി തടയും ഇത് നമ്മുടെ സ്കിന്നിനെ. പിന്നെ നമ്മുടെ ഫൈൻ ലൈൻസ് വരത്തില്ല, അങ്ങനെ കുറേ എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് ലാസ്റ്റ് ഫൈനൽ യൂസ് നമ്മുടെ ആൽമണ്ട് ഓയിലിന്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലേവേഴ്സിൽ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാളൊക്കെ നമുക്ക് കുറച്ചും കൂടി ധൈര്യപ്പെട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആൽമണ്ട് ഓയിൽ. എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വാങ്ങിക്കുക, 100% ഓർഗാനിക് മേടിക്കാൻ ശ്രദ്ധിക്കുക, എന്നിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. കുറച്ച് ഏതെങ്കിലും ഒരു ടിപ്പിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അടുത്ത വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ.